സുധാകരൻ ഇനി ഭാവിയിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇത്രയും കാലം കുറ്റകരമായ മൗനം പാലിച്ചു എന്നുള്ളത് തന്നെ സുധാകരൻ്റെ മേൽ ആരോപിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോലും ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞതിന് അദ്ദേഹത്തോട് നന്ദി പറയണം. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടേണ്ടതും അദ്ദേഹം തന്നെയാണ്. ഇനി പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, പ്രാദേശിക നേതൃത്വം എന്തായാലും ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യത്തിന് സംരക്ഷണമൊരുക്കുവാൻ സ്വേച്ഛയായി ഇറങ്ങിപ്പുറപ്പെടില്ല. CPIMൻ്റെ ഉന്നത തലങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം തീർച്ച. 2008 കാര്യം എടുത്തു കഴിഞ്ഞാൽ അന്ന് കേരള സംസ്ഥാനം ഭരിക്കുന്നത് CPIM ആണ്. മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ്. പക്ഷേ ഒരു കാര്യം കൂടി പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സർവാധിപത്യം പിടിച്ചെടുക്കുന്നത് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതൊക്കെ അവസരത്തിൽ കേരളം ഭരിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രിമാർ സ്വതന്ത്രരായി ഭരിക്കുക എന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല. അത് പാർട്ടിയുടെ ഒരു നടപടിക്രമമാണ്. കാരണം പാർട്ടിയുടെ നയങ്ങൾക്ക് വിധേയമായി മാത്രമേ മുഖ്യമന്ത്രി ഭരണം നടത്തുകയുള്ളൂ, അല്ലെങ്കിൽ മുന്നോട്ട് പോവുകയുള്ളൂ. മുഖ്യമന്ത്രിയോടൊപ്പം തന്നെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെക്കാളുമോ അധികാരം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കായിരിക്കും. ആ സമയത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനായിരുന്നു. പിണറായി വിജയനും VS അച്യുതാനന്ദനും തമ്മിൽ ഒരു ശത്രുതയുണ്ടായിരുന്നു, എതിർപ്പുകളുണ്ടായിരുന്നു. അച്യുതാനന്ദൻ പിണറായിക്ക് ഘടകവിരുദ്ധമായി അല്ലെങ്കിൽ പിണറായിയുടെ ആവശ്യങ്ങൾക്ക് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളൊരു പൊതുധാരണയുണ്ട്. അതിൽ കുറേയൊക്കെ വാസ്തവമുണ്ട്. എന്നാലും പോലീസിൻ്റെ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. കോടിയേരി ബാലകൃഷ്ണനാവട്ടെ എക്കാലവും പിണറായിയുടെ വിശ്വസ്ത വിധേയന്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇടപെടലുകൾ പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ നിന്ന് നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട്, പക്ഷേ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആഭ്യന്തര വകുപ്പും അതിൽ ഇടപെട്ടിട്ടുണ്ടാകണം. കാരണം ആഭ്യന്തരം കോടിയേരി ബാലകൃഷ്ണൻ്റെ കീഴിലാണല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ പിണറായിയുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി ഒരടി പോലും മുന്നോട്ടെടുത്ത് വയ്ക്കാത്തൊരു നേതാവായിരുന്നു. പിണറായിയുടെ സർവാധിപത്യം അക്കാലഘട്ടത്തിൽ തന്നെ പാർട്ടിയിൽ പടർന്നു തുടങ്ങിയിരുന്നു. അച്യുതാനന്ദൻ പല എതിർപ്പുകളും ഉയർത്തിയിരുന്നെങ്കിലും പലതിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങി പിൻവാങ്ങാനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി. പക്ഷേ പിണറായി ആ കാലഘട്ടത്തിൽ തന്നെ സർവാധിപത്യം പുലർത്തി ഇത്തരത്തിലുള്ള നയങ്ങൾ സ്വീകരിക്കുവാൻ കോടിയേരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ കേസിൽ ഇടപെടലുകൾ ഉന്നതങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതാരാണ് എന്ന് തുറന്നു പറയേണ്ടത് G. സുധാകരൻ തന്നെയാണ്.